ഒരു സബ്ജക്റ്റിനെ കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, നിങ്ങൾ ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് മാർച്ച് 4-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ 3 എക്സാം വരുന്നത് ലാംഗ്വേജ് പേപ്പേഴ്സ് ആണ്. 2 ഇംഗ്ലീഷ്, ദെൻ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം, ഹിന്ദി ഏതാണെങ്കിൽ അത്. ദെൻ നെക്സ്റ്റ് 2 എക്സാംസ് വരുന്നത് മെയിൻ പേപ്പേഴ്സ് ആണ്. ഫസ്റ്റ് സെമസ്റ്ററിലെ 2 മെയിൻ പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. BCom സ്റ്റുഡൻസിന് ബിസിനസ് മാനേജ്മെൻറ്റും മാനേജറൽ എക്കണോമിക്സും. സോ നമ്മുടെ സ്ഥാപനം BCom BBA ഈ 2 കോഴ്സിനും അതുപോലെ തന്നെ MCom ഇതിനൊക്കെ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. സോ നമ്മുടെ ചാനലിലൂടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എപ്പോഴും എക്സാമിന് മുമ്പ് എല്ലാ സബ്ജക്ട്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ, അതുപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 പാർട്ടായിട്ടാണ് എൻറ്റയർ ക്വസ്റ്റ്യൻസ് ഡിവൈഡ് ചെയ്തിട്ടുള്ള. ഓരോ പാർട്ടിലും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ, ദെൻ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, അതുപോലെ തന്നെ എക്സാം റിലേറ്റഡ് ലൈവ് ഓരോ സബ്ജക്റ്റിനും ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട്. സോ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യാം. മെയിൻ പേപ്പേഴ്സിനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അത് മാത്രമല്ല, എക്സാമിന് തൊട്ട് മുമ്പ് നിങ്ങൾ എക്സാമിനോട്ട് ആദ്യമായിട്ട് എഴുതുന്ന കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള സെപ്പറേറ്റ് ഒരു ലൈവ് സെഷനും നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ മെയിൻ പേപ്പേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിസിനസ് മാനേജ്മെൻറ്റ് സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന രീതി, എങ്ങനെ ഒരു സബ്ജക്റ്റിനെ കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, ദെൻ നമ്മൾ ഇതിലെ നിങ്ങൾ ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇത് കഴിഞ്ഞാൽ ഓരോ പാർട്ടിലും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളുടെ വീഡിയോസും ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തായാലും സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. സോ ബിസിനസ് മാനേജ്മെൻറ്റ് പേപ്പർ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ അതിനെ റിലേറ്റ് ചെയ്തുള്ള സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. നമുക്ക് 80 മാർക്സ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അതിൽ 2.5 മണിക്കൂറാണ് 80 മാർക്സ്. ദെൻ ഫസ്റ്റ് പാർട്ട് 15 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരും. ഈ 15 ചോദ്യങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ബട്ട് മാക്സിമം മാർക്സ് 25 മാർക്കാണ് വരിക. 15 × 2 30 ആണെങ്കിലും മാക്സിമം 25 മാർക്കാണ് നിങ്ങൾക്ക് തരാം. അപ്പോൾ സീലിംഗ് ബെനഫിറ്റ് എന്നാണ് അതിനെ പറയാം. ഓക്കെ, അതാണ് ഫസ്റ്റ് പാർട്ട്. 15 ചോദ്യം മുഴുവൻ അറ്റൻഡ് ചെയ്യാം, മാക്സിമം 25 മാർക്കേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ പാർട്ട് ബിയിൽ പോണ സമയത്ത് 8 ചോദ്യങ്ങളാണ് തരാം. ഒരു ചോദ്യത്തിന് 5 മാർക്സ് ആണ്, ഷോർട്ട് എസ്സേ ആണ് എഴുതേണ്ടത്. ദെൻ മാക്സിമം 35 മാർക്കാണ് ഉണ്ടാവുക. ദെൻ ലാസ്റ്റ് പാർട്ട് സി ആണ്. പാർട്ട് സിയിൽ 4 ചോദ്യങ്ങൾ എസ്സേ ചോദ്യങ്ങൾ വരും. അതിൽ നിന്ന് 2 എണ്ണം എഴുതിയാൽ മതി, ഒരു ചോദ്യത്തിന് 10 മാർക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ പാറ്റേൺ വരുന്നത്. ഓക്കെ, അപ്പോൾ കുട്ടികളെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എസ്സേ ചാപ്റ്റേഴ്സ് ഇതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് എസ്സേ വരാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് ബിസിനസ് മാനേജ്മെൻറ്റ് 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്നതാണ്. ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ബേസിക്സ് ആണ്, പക്ക ബേസിക്സ്, നിങ്ങൾ +1 മുതൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. ദെൻ സെക്കൻഡ് മൊഡ്യൂളാണ് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് സെക്കൻഡ് മൊഡ്യൂളാണ്. എസ്സേ ചോദ്യങ്ങൾ 2 മാർക്സ് 5 മാർക്സ് അങ്ങനെ ഏറ്റവും കൂടുതൽ വരുന്നത് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നാണ്. ദെൻ തേർഡ് മൊഡ്യൂൾ, അതുപോലെ തന്നെ 4th 5th, ഈ 3 മൊഡ്യൂൾസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ തേർഡ് മൊഡ്യൂളിൽ ആക്ച്വലി
ദെൻ തേർഡ് മൊഡ്യൂള്, ഫോർത്ത് മൊഡ്യൂള്, ഫിഫ്ത്ത് മൊഡ്യൂള്, ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ തേർഡ് മൊഡ്യൂള് ബിസിനസ് എത്തിക്സ് ആണ്. സോ അതിൽ നിന്ന് കമ്പൽസറി ആയിട്ട് നമുക്ക് എസ്സേ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മൊഡ്യൂൾ നമ്പർ 4 എന്ന് പറയുന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. അതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ വല്ലാണ്ട് ചോദ്യങ്ങൾ കണ്ടുവരാറില്ല. ദെൻ മൊഡ്യൂൾ നമ്പർ 5 എന്ന് പറയുന്നത് എമേർജിങ് ട്രെൻഡ്സ് ആണ്. അതിൽ നിന്ന് ഇപ്പോൾ 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു മൊഡ്യൂളാണ്. അതുപോലെ തന്നെ ഒരു എസ്സേയും ഇടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ 5 മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽസ്. സോ ഈ 5 മൊഡ്യൂളിലെ മിക്ക പേപ്പർ 4 എസ്സേ ഉള്ളതുകൊണ്ട് തന്നെ 4 മൊഡ്യൂളിൽ നിന്ന് എസ്സേ അവരിടുന്നുണ്ട്. സോ മൊഡ്യൂൾ നമ്പർ 2ൽ നിന്ന് കമ്പൽസറി ആയിട്ട് ഒരു എസ്സേ, ദെൻ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും ഒരു എസ്സേ ഇടുന്നുണ്ട്. ദെൻ ബിസിനസ് എത്തിക്സിൽ നിന്ന് എസ്സേ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ മൊഡ്യൂൾ നമ്പർ 5ൽ നിന്നും ഇപ്പോൾ എസ്സേ വരുന്നുണ്ട്. ഈ രീതിയിലാണ് എസ്സേ 4 ഇടുന്നത്. സോ കുട്ടികൾക്ക് എപ്പോഴും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എസ്സേ എഴുതാൻ സാധിക്കുന്നത് മൊഡ്യൂൾ നമ്പർ 2 and 1. ദെൻ എത്തിക്സും കുഴപ്പമില്ല. ഓക്കെ, ഈ പറയുന്ന മൊഡ്യൂൾസിലത്തെ എസ്സേ എഴുതാനാണ് കുറച്ചുകൂടി ഈസി. ബിക്കോസ് നമ്മൾ +1 മുതൽ പഠിച്ചിട്ടുള്ള പല കണ്ടൻസും അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാൻ നിങ്ങൾ പഠിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ പറയാണ്. വലിച്ചു വാരി പഠിക്കാണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ക്വിക്കായി പഠിച്ച് അവസാനിപ്പിക്കാൻ ആ ഒരു രീതി അപ്രോച്ച് ചെയ്യുക. ദെൻ 2 മാർക്സിൻ്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 3 സെൻറ്റൻസ് എഴുതിയാൽ മതി. നിങ്ങൾക്ക് 2 മാർക്സ് മുഴുവൻ സ്കോർ ചെയ്യാൻ സാധിക്കും. 5 മാർക്കിൻ്റെ ചോദിക്കുകയാണെങ്കിൽ ഒരു പാരഗ്രാഫ്, അത് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങളാണെങ്കിൽ വരച്ചെഴുതുക. ഈ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്. പോയിൻറ്റ്സിനാണ് ഇവിടെ മാർക്ക്. ഡിഗ്രിക്ക് ഒരു 5 or 6 പോയിൻറ്റ്സ് നിങ്ങളിപ്പോൾ പാർട്ട് ബിയിലത്തെ 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ 5 മാർക്കിന് 6 or 7 പോയിൻ്റ് എഴുതിയ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. എസ്സേക്ക് ആണെങ്കിൽ നിങ്ങൾ സാധാരണ എക്സ്പ്ലെയിൻ ചെയ്യണം. പോലെ എസ്സേയുടെ ഒരു ഫോമാറ്റ് കറക്റ്റായി ഫോളോ ചെയ്തിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യണം. അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എസ്സേയുടെ ഫോമാറ്റ് ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ അങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്ത് പഠിക്കുക. നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓരോ പാർട്ടിലും ആൻസർ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കണം. ഓക്കെ, ഇനി മൊഡ്യൂൾ നമ്പർ 1ൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് അവിടെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. സോ ഇതിൽ നിങ്ങൾക്ക് 2 മാർക്സിൻ്റെ ചോദ്യമായിട്ട് എന്താണ് മാനേജ്മെൻറ്റ് നിർബന്ധമായും പഠിച്ചിരിക്കണം. നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് ഡിഫൈൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. ദെൻ മാനേജ്മെൻറ്റിൻ്റെ നേച്ചർ ആൻഡ് സ്കോപ്പ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുള്ളതാണ്. നിർബന്ധമായും പഠിച്ചു വയ്ക്കണം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. എന്താണ് സ്കോപ്പ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് റിപ്പീറ്റ് ആയിട്ട് വരുന്നൊരു ചോദ്യത്തിൽ ഒന്നാണ്, സ്കിപ്പ് ചെയ്യരുത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തൊട്ടാണ്. ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങളുണ്ടെങ്കിലും ഇപ്പോഴും എക്സാമിന് വരുന്നത് FW ടൈലറും അതുപോലെ തന്നെ ഹെൻറി ഫയോൾ, ഈ 2 പേരുടെ കോൺട്രിബ്യൂഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറ്. സോ നിങ്ങൾ ഇതിൽ ഈ 2 പേരെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. അതിന് ശേഷം സമയമുണ്ടെങ്കിൽ ബാക്കിയുള്ളതിലേക്ക് പോയാൽ മതി. അതിൽ FW ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്താണ്, അത് ചിലപ്പോൾ FW ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാം. ദെൻ ഹെൻറി ഫയോളിൻ്റെ ജനറൽ മാനേജ്മെൻറ്റ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചത്, ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എസ്സേ ചോദിച്ചിട്ടുള്ളതാണ് ഒരു പ്രാവശ്യം. ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ അങ്ങനെ ചോദിക്കാം. അപ്പോൾ ഇത് 2 നല്ല രീതിയിൽ പഠിക്കുക. ഇത് മാത്രമല്ല, ഈ 2 പേരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് 2 മാർക്സ്, അതിൻ്റെ ഉള്ളിലുള്ള പല ടോപ്പിക്കുകളും 2 മാർക്സിൻ്റെ എടുത്ത് ചോദിക്കുന്നതാണ്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയണ ഫയോളിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, ഫാക്റ്റിക് സ്റ്റഡി, മെൻ്റൽ റിവല്യൂഷൻ, ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ വരുന്ന സബ് ടോപ്പിക്സ് ഉണ്ട്. ഇതൊക്കെ നിർബന്ധമായും എടുത്ത് പഠിച്ചിരിക്കണം. 2 മാർക്സിൻ്റെ ചോദ്യമായിട്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. ഈ പറയുന്ന ആദ്യത്തെ FW ടൈലറിൻ്റെ കോൺട്രിബ്യൂഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാ? ടൈം സ്റ്റഡി, ഫാക്റ്റിക് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ഇതൊക്കെ വരുന്നതാണ്. മെൻ്റൽ റിവല്യൂഷൻ ആളുടെ മെയിൻ കോൺട്രിബ്യൂഷൻസിൽ വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നോക്കിയിരിക്കണം. അതൊക്കെ റിപ്പീറ്റ് ചോദ്യമായിട്ട് 2 മാർക്സിൻ്റെ വരുന്നതാണ്. ദെൻ ഫയോളിൻ്റെ ഡീറ്റെയിൽസിലോട്ട് വരുന്ന സമയത്ത് നമുക്കറിയാം 14 പ്രിൻസിപ്പിൾസ് ആണ്, ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി വരും ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നത്. അതും 2 മാർക്സിൻ്റെ ടോപ്പിക്സ് ആയിട്ട് വരുന്നതാണ്. ഡിവിഷൻ ഓഫ് വർക്ക് എന്താണ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡിറക്ഷൻ,
സെൻട്രലൈസേഷൻ എന്താണ്, ഡീസെൻട്രലൈസേഷൻ എന്താണ്, സ്കാലർ ചെയിൻ എന്താണ്, അതുപോലെ തന്നെ എസ്പിരിറ്റ് ഡീകോപ്സ് എന്താണ്. ഈ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ ഇതിലുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ 2 മാർക്സിൻ്റെ ചോദ്യമായിട്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ടെയ്ലറും ഫയോളും സൂപ്പറായിട്ട് പഠിക്കുക, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. മിക്ക പേപ്പറുകളിലും വരുന്ന ടോപ്പിക്സ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് കാണാൻ സാധിക്കും, നിങ്ങൾക്ക് നോക്കാം. ബിക്കോസ് അത് തന്നെയാണ് നമുക്കിനി വരും ഏരിയസിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനുമാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്താണ്, അഡ്മിനിസ്ട്രേഷൻ എന്താണ്, ഇതിൻ്റെ ഡിഫറൻസ് നോക്കിയിരിക്കണം. 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. ദെൻ അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് MBO. 2 മാർക്കിൻ്റെയോ 5 മാർക്കിൻ്റെയോ ടോപ്പിക്കായിട്ട് വരാറുള്ളതാണ്. MBO എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. MBO എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് ഒരു കാരണവശാലും, അതിൻ്റെ ബെനഫിറ്റ്സ് നോക്കി വയ്ക്കുക. ചിലപ്പോൾ SC ആയിട്ട് വേണമെങ്കിൽ ഇടാം, 10 മാർക്കല്ലേ ഉള്ളൂ. അപ്പോൾ MBO അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ബെനഫിറ്റ്സ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, റിപ്പീറ്റ് ചോദ്യമാണ്. ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ 2 മാർക്കിൻ്റെ ചോദ്യത്തിലാണ് വരാറ്. അപ്പോൾ അതിനെ ആ രീതിയിൽ പഠിക്കുക. 2 മാർക്സിൻ്റെ ചോദ്യമായിട്ടാണ് കൂടുതൽ കണ്ടുവരാറ്. മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ ഒരു 3 സെൻറ്റൻസ് അതിൻ്റെ കൺസെപ്റ്റ് നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത് 2-3 ഐറ്റംസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് വരാറ്. ഒന്നെങ്കിൽ MBO അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. ദെൻ മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ റിപ്പീറ്റ് ചോദ്യമല്ല, നിങ്ങൾക്ക് നോക്കി വയ്ക്കാം എന്ന് മാത്രം. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ ആണെന്ന് തോന്നുന്നത്. ഇത് 3-4 എണ്ണം ഉണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ള ചോദ്യമാണ് വരാ 2 മാർക്കിൻ്റെ. അപ്പോൾ ഒരു 3-4 സെൻറ്റൻസ് എഴുതാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അതിനെ പഠിക്കുക. അതല്ലാണ്ട് വലിച്ചു വാരി നോക്കി വെറുതെ നേരം കളഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ബുക്കിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്താണ് 2 മാർക്സിൻ്റെ. ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ ഏതെങ്കിലും 1-2 ചോദ്യം, അതിൽ MBO ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ ഉണ്ട്, പാർട്ടിസിപ്പേഷൻ ഉണ്ട്, മോട്ടിവേഷൻ, അതുപോലെ തന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു പെർഫോമൻസ് മാനേജ്മെൻറ്റ്. ഇതൊക്കെ എന്താണെന്ന് പഠിച്ചാൽ മതി. ബട്ട് MBO അതിൻ്റെ ബെനഫിറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. അതിനെ 5 മാർക്കിന് സെപ്പറേറ്റ് ചോദിക്കാനുള്ള സ്കോപ്പുള്ള ടോപ്പിക്കാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 1. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 1-ൽ നിന്ന് നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ബേസിക്സ് 2 മാർക്സിനെ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ദെൻ FW ടെയ്ലറും അതുപോലെ തന്നെ ഫയോളും മാറി വരുന്നതാണ്. SAയ്ക്കും പ്രതീക്ഷിക്കാം, 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും പ്രതീക്ഷിക്കാം. അതിനുശേഷം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിൻ്റെ ഉള്ളിലത്തെ സബ് ടോപ്പിക്സ് 2 മാർക്സിൻ്റെലും വരും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ MBO, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ, മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ, പാർട്ടിസിപ്പേഷൻ, പെർഫോമൻസ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷൻ നമ്മളുടെ ഡിഫറൻസ്, ഇതൊക്കെ എന്താണെന്ന് നോക്കാൻ പറയേണ്ട കാര്യം. ഇത് മാറി വരുന്നതാണ്. ഒരു പ്രാവശ്യം ഒരു ടോപ്പിക് ചോദിച്ചാൽ അടുത്ത പ്രാവശ്യം മറ്റൊരു ടോപ്പിക്കാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ വലിച്ചു വാരി പഠിക്കാണ്ട്, ഞാൻ പറഞ്ഞു ഓരോ ടോപ്പിക്ക് ഇത് 2 മാർക്കിൻ്റെനാണ് വരാം. അപ്പോൾ അതിനെ ആ രീതിയിൽ കാണാം. 2 മാർക്സിൻ്റെന് ഒരു ചോദ്യം വരുമ്പോൾ 4 സെൻറ്റൻസ് മാക്സിമം മതി. അപ്പോൾ അത് പഠിക്കാൻ ആ കൂടി 10 മിനിറ്റ് മതി. മനസ്സിലാവുണ്ടോ? ആ രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത് ഒരു ടോപ്പിക്ക് പഠിക്കാൻ. അതല്ലാണ്ട് ഗാണ്ടായിട്ടിരിക്കരുത്. ഓക്കെ, ഇനി മൊഡ്യൂൾ നമ്പർ 2-ലോട്ടാണ് പോകുന്നത്. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂൾ. നമുക്ക് SA പ്രതീക്ഷിക്കാം. 2 മാർക്സ് 5 മാർക്സ് ചോദ്യങ്ങളൊക്കെ വരുന്നതാണ്. സോ ഇതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് പ്ലാനിങ്. SAയ്ക്കും വരാറുണ്ട്, 2 മാർക്സും വരാറുണ്ട്, 5 മാർക്കിനും വരാറുണ്ട്. പ്ലാനിങ്ങും കൺട്രോളിങ്ങും മാറി വരുന്ന ടോപ്പിക്കുകളാണ്. ഓക്കെ, എന്താണ് പ്ലാനിങ്, അതിൻ്റെ ഫീച്ചേഴ്സ് നിർബന്ധമായും പഠിക്കുക. കൂടുതലതാണ് ചോദിക്കാറ്. പ്ലാനിങ് എന്താണ്, ഫീച്ചേഴ്സ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് കൂടുതലതാണ് ചോദിക്കാറ്. ദെൻ പിന്നെ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് ഉണ്ട്, അതും നോക്കിയിരിക്കണം. അപ്പോൾ ഇത്ര ടോപ്പിക്കുകൾ, പ്ലാനിങ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ബെനഫിറ്റ്സ്, ദെൻ ലിമിറ്റേഷൻസ്, ഇത്ര കാര്യങ്ങൾ നോക്കി വയ്ക്കുക. SAയ്ക്കും പ്രതീക്ഷിക്കാം. 2 മാർക്കിന് തന്നെ പ്ലാനിങ് എന്താണെന്ന് പ്രതീക്ഷിക്കാം. 5 മാർക്കിൻ്റെ ടോപ്പിക്കായിട്ടും അവർ ഇടാറുണ്ട്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാനിങ് കേട്ടോ. ദെൻ ചില സമയത്ത് ടൈപ്സ് ഓഫ് പ്ലാനിൽ ഏതെങ്കിലും ഒരു പ്ലാൻ എന്താണെന്ന് 2 മാർക്കിനും വരാറുണ്ട്. ഓപ്പറേഷൻ പ്ലാൻ, ടാക്ടിക്കൽ പ്ലാൻ, സ്ട്രാറ്റജിക് പ്ലാൻ, അതും എന്താണെന്നുള്ളത് നോക്കി വെച്ചിരിക്കണം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓർഗനൈസിങ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് SAയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഓർഗനൈസിങ് എന്താണ് 2 മാർക്കിൻ്റെ ചോദ്യം. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ essay ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്, അപ്പോൾ അത് പഠിച്ചിരിക്കണം. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, അത് 5 മാർക്കിൻ്റെ ടോപ്പിക്കായിട്ട് ചോദ്യമായിട്ട് വരാറുള്ളതാണ്. അതുപോലെ തന്നെ ഫോർമൽ ഓർഗനൈസേഷൻ എന്താണെന്നും ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്താണെന്നും 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വരാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ടോപ്പിക്ക്, സ്കിപ്പ് ചെയ്യരുത്. ദെൻ നെക്സ്റ്റ് 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ തന്നെ ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ ലൈൻ ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ്, ഫങ്ഷണൽ ഓർഗനൈസേഷൻ, ഇതൊക്കെ എന്താണെന്ന് ചോദിക്കാറുണ്ട്. കൂടുതൽ അങ്ങനെയാണ് കണ്ടുവരാറ്. ഓക്കെ, എന്താണ് ലൈൻ ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ലൈൻ ആൻഡ് സ്റ്റാഫ്, ഫങ്ഷണൽ, ഇതൊക്കെ എന്താണെന്നുള്ളത്. സോ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുക. ദെൻ ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്താണ്, അതിന് ഇമ്പോർട്ടൻസ് 2 മാർക്കിനേലും കണ്ടിട്ടുണ്ട്, 5 മാർക്കിനേലും കണ്ടിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് 2 മാർക്സും 5 മാർക്സിൻ്റെയിലും കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് 5 മാർക്കിൻ്റെ ടോപ്പിക്കായിട്ടും 2 മാർക്കിനേലും വന്നിട്ടുള്ളതാണ് ഡെലഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി 2 മാർക്സിനേൽ വരാറുള്ളതാണ്, നോക്കിയിരിക്കണം. അപ്പോൾ ഡെലഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി നോക്കിയിരിക്കണം. ഡെലഗേഷൻ എന്താണെന്ന് ചോദിക്കാറുള്ളതാണ്, നോക്കിയിരിക്കണം. ഓക്കെ, റിപ്പീറ്റ് ആണ് കേട്ടോ ഇതൊക്കെ. അതുപോലെ തന്നെ സെൻട്രലൈസേഷൻ എന്താണ്, ഡീസെൻട്രലൈസേഷൻ എന്താണ്, അത് നോക്കിയിരിക്കണം. അതിൻ്റെ അഡ്വാൻറ്റേജസ്, സെൻട്രലൈസേഷൻ്റെയും ഡീസെൻട്രലൈസേഷൻ്റെയും അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് എടുത്ത് ചോദിക്കാറുള്ളതാണ്. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 2 മൊഡ്യൂൾ. നെക്സ്റ്റ് സ്പാൻ ഓഫ് കൺട്രോൾ എന്താണ് ചോദിക്കാറുള്ളതാണ്, 2 മാർക്കിൻ്റെ ചോദ്യം. ഞാൻ പറഞ്ഞു ഫയോണിൻ്റെ പ്രിൻസിപ്പിൾ പഠിച്ചാൽ തന്നെ കുറേ കാര്യങ്ങൾ 2 മാർക്സിന് കിട്ടും എന്നുള്ളത്. ഇപ്പോൾ സ്പാൻ ഓഫ് കൺട്രോൾ നിർബന്ധമായും നോക്കിയിരിക്കണം, സ്കിപ്പ് ചെയ്യരുത്. ഇനി ഈ പറയുന്ന റിക്രൂട്ട്മെൻറ്റും സെലക്ഷനാണ്, ബട്ട് അത് അങ്ങനെ റിപ്പീറ്റ് ചോദ്യമല്ല, നിങ്ങൾക്ക് എന്താണെന്ന് നോക്കാമെന്ന് മാത്രം. പിന്നെ ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ടോപ്പിക്ക് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്താണ്, ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്താണ് 2 മാർക്സിൻ്റെ. പിന്നെ ഡിറക്ഷൻ എന്താണെന്ന് മാത്രം നോക്കാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇത്ര കാര്യങ്ങൾ നോക്കിയതിന് ശേഷം 3 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലോട്ടാണ് പിന്നെ നമുക്ക് പോകാനുള്ള. മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഈ 3 ടോപ്പിക്കിൽ ഏതെങ്കിലും 2 ടോപ്പിക്കിൽ നിന്ന് 5 മാർക്സും അതുപോലെ തന്നെ essay ചോദ്യവും വരാറുള്ളതാണ്. അപ്പോൾ ആദ്യം മോട്ടിവേഷൻ എന്താണ്, അതിൻ്റെ ബെനഫിറ്റ്സ്, തിയറീസ് ഓഫ് മോട്ടിവേഷൻ, essayക്കും പ്രതീക്ഷിക്കാം, അതുപോലെ തന്നെ ഈ പറയുന്ന 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ മോട്ടിവേഷൻ നിർബന്ധമായും നോക്കിയിരിക്കണം. അതിൻ്റെ തിയറീസ് ഉണ്ട്, അതിൽ നീഡ് ഹൈറാർക്കി തിയറി മാസ്ലോൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ മോട്ടിവേഷൻ, അതിൻ്റെ ബെനഫിറ്റ്സ്, തിയറീസ് ഓഫ് മോട്ടിവേഷൻ നമുക്ക് essayക്ക് അടക്കം സ്കോപ്പ് ഉള്ളതാണ്. കഴിഞ്ഞ 1-2 വർഷമായിട്ട് ചോദിച്ചിട്ടില്ല, വേണമെങ്കിൽ ഇടാം. ഓക്കെ, ഇനി ലീഡർഷിപ്പ് റിപ്പീറ്റ് ആണ്, കഴിഞ്ഞ 2 വർഷത്തെ പേപ്പറുകളിലും നമ്മൾ കണ്ടുവരുന്നൊരു ടോപ്പിക്കാണ്. ലീഡർഷിപ്പ് എന്താണ് പഠിച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ് ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ലീഡർ അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ലീഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ചോദ്യമാണ്, സ്കിപ്പ് ചെയ്യരുത്. അതിൻ്റെ ലീഡർഷിപ്പിൻ്റെ സ്റ്റൈൽസ് ഉണ്ട്, അതും നോക്കിയിരിക്കണം കേട്ടോ. തിയറീസിനേക്കാൾ കൂടുതൽ സ്റ്റൈൽസ് ആണ് കണ്ടുവരാറ്. ഓട്ടോക്രാറ്റിക്, പിന്നെ ലേസിയസ് ഫെയർ എന്താണ് എന്നുള്ളത് 2 മാർക്കിൻ്റെ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. ഫ്രീ റെയിൻ അല്ലെങ്കിൽ ലേസിയസ് ഫെയർ എന്താണ് എന്നുള്ളത് ലീഡർഷിപ്പിൻ്റെ സ്റ്റൈലിൽ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുള്ളതാണ് കേട്ടോ. ലീഡർഷിപ്പ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ലീഡർ അല്ലെങ്കിൽ ഫങ്ഷൻസ്, ദെൻ എന്താണ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാറി വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ടോപ്പിക്കാണ്, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ. ഈ 3 എണ്ണത്തിൽ 2 ടോപ്പിക്സ് ആണ് അവരെപ്പോഴും ഇടാറ്. ഓക്കെ, ഇനി അതിന് ശേഷം വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്താണ്, ദെൻ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, വെർബൽ, നോൺ വെർബൽ കാണാൻ സാധിക്കും. അതിൽ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് 5 മാർക്കിൻ്റെ ആയിട്ടും essayക്കും ചോദിക്കാം. ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സും നോക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദെൻ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ നമ്മൾ എന്താണ് പറയുക, ഗ്രേപ്പ് വൈൻ എന്നും പറയാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് എടുത്ത് ചോദിക്കാറുണ്ട്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ നമ്മൾ ഗ്രേപ്പ് വൈൻ എന്തുകൊണ്ട് പറയണമെന്നുള്ളത്.
അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3 ടോപ്പിക്സ്: കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ. ഇതിൽ 2 ടോപ്പിക്സ്, ഒരെണ്ണം ചിലപ്പോൾ എസ്സേക്ക് പ്രതീക്ഷിക്കാം, ഒരെണ്ണം 5 മാർക്കിൻ്റെയും പ്രതീക്ഷിക്കാം. 3-ൽ 2 അങ്ങനെയാണ് വരാറ് കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്, കോർഡിനേഷൻ ആണ്. കോർഡിനേഷൻ എന്താണ് എന്നുള്ളത് നോക്കി വയ്ക്കാം. 2 മാർക്സിൻ്റെ സ്കോപ്പ് മാത്രമാണ് കാണുന്നത്, നമ്മൾ റിപ്പീറ്റ് ആയിട്ട് അങ്ങനെ വരാറില്ല. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കൺട്രോളിംഗ് ആണ്. എന്താണ് കൺട്രോളിംഗ്? പ്രോസസ് ഓഫ് കൺട്രോളിംഗ്, എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് കൺട്രോൾ സിസ്റ്റം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കൺട്രോളിംഗ് എന്താണ്, പ്രോസസ് ഓഫ് കൺട്രോളിംഗ്, എസെൻഷ്യൽസ് ഓഫ് ഗുഡ് കൺട്രോളിംഗ്, ഇത്ര കാര്യങ്ങൾ നോക്കിയിരിക്കണം, റിപ്പീറ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊഡ്യൂൾ നമ്പർ 2. മൊഡ്യൂൾ നമ്പർ 2-ൽ നിന്ന് ഞാൻ പറഞ്ഞു 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ, 5 മാർക്കിൻ്റെ ചോദ്യം, അതുപോലെ തന്നെ എസ്സേ 3 പാർട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന എസ്സേക്ക് പ്ലാനിങ്, കൺട്രോളിങ്, ദെൻ ചില സമയത്ത് കമ്മ്യൂണിക്കേഷനോ അതല്ലെങ്കിൽ ലീഡർഷിപ്പോ, ഇതാണ് ഇടാറ്. ഈ 3-4 ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരെണ്ണോ 2 വരെ ചിലപ്പോൾ എസ്സേക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ഈ സെയിം ടോപ്പിക്ക് തന്നെ 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വരാറുണ്ട്. അപ്പോൾ പ്ലാനിങ്, കൺട്രോളിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഒരു പ്രാവശ്യം ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പിൾസ് എസ്സേക്ക് ചോദിച്ചു. ദെൻ ലീഡർഷിപ്പും കമ്മ്യൂണിക്കേഷനും മോട്ടിവേഷനും ഉണ്ട്, ഇത് നോക്കിയിരിക്കണം. ഇത്ര ടോപ്പിക്സിൽ നിന്നാണ് എസ്സേ ഒരെണ്ണം 5 മാർക്കിൻ്റെ 1-2 ചോദ്യം വരാറ്. ദെൻ ഡെലഗേഷൻ, അതുപോലെ തന്നെ ഡീസെൻട്രലൈസേഷൻ, ഈ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ടും വരാറുണ്ട്. 2 മാർക്സിൻ്റെ ഈ ഡെലഗേഷൻ, അതുപോലെ തന്നെ ഡീസെൻട്രലൈസേഷൻ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു ഇതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഒന്ന് സമ്മപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 2 കേട്ടോ. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 3. മൊഡ്യൂൾ നമ്പർ 3 ബിസിനസ് എത്തിക്സ് ആണ്. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് എസ്സേ കമ്പൽസറി ആയിട്ടും വരും, അതുപോലെ തന്നെ 2 മാർക്സിൻ്റെ ഒരു ചോദ്യം, ഇതാണ് കൂടുതൽ കണ്ടുവരാറ്. സോ മിക്ക പേപ്പറിലും എന്താണ് ബിസിനസ് എത്തിക്സ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. ദെൻ ബിസിനസ് എത്തിക്സിൻ്റെ സ്കോപ്പ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, തിയറീസ് ഓഫ് ബിസിനസ് എത്തിക്സ്, ഇതാണ് ഈ 2 ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് മാറി മാറി എസ്സേ വരാറ്. അപ്പോൾ എന്താണ് ബിസിനസ് എത്തിക്സ്, ദെൻ അതിൻ്റെ ഇമ്പോർട്ടൻസ്. ബിസിനസ് എത്തിക്സ് ആണ് കൂടുതൽ ചോദിക്കുന്നുണ്ട്, വെറും എത്തിക്സ് അല്ല. അതിൻ്റെ ബിസിനസ് എത്തിക്സ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇമ്പോർട്ടൻസ്, എസ്സേക്ക് ഇതാണ് ചോദിക്കാറ്. ദെൻ തിയറീസ് ഓഫ് ബിസിനസ് എത്തിക്സ്, കോഡ് ഓഫ് എത്തിക്സ് എന്താണെന്നുള്ള 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വരാറുണ്ട്. ഈ ഒരു ടോപ്പിക്കാണ്, ഞാനിപ്പോൾ പറഞ്ഞ ടോപ്പിക്കാണ് നമുക്ക് സാധാരണ എസ്സേക്ക് ഒരെണ്ണം 2 മാർക്കിൻ്റെ ഒരു ചോദ്യം, അതാണ് നമുക്ക് സാധാരണ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് കണ്ടുവരാറ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടോപ്പിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്തൊക്കെയാണ് പറഞ്ഞാൽ, ബിസിനസ് എത്തിക്സ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ തിയറീസ് ഓഫ് ബിസിനസ് എത്തിക്സ്, സ്കോപ്പ്, ബിസിനസ് എത്തിക്സിൻ്റെ കാര്യങ്ങൾ നോക്കാം. പിന്നെ എത്തിക്സ് എന്താണ്, കോഡ് ഓഫ് എത്തിക്സ് എന്താണ് എന്നുള്ളതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമുക്ക് സെപ്പറേറ്റ് പ്രതീക്ഷിക്കുകയും ചെയ്യാം കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് എന്താണ് ഈ ഒരു ചാപ്റ്ററിലത്തെ കാര്യങ്ങൾ. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 4, CSR ആണ്. സോ CSRനേക്കാൾ ശരിക്കും പറഞ്ഞാൽ CSRൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്താണ് CSR നോക്കാം. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് നോക്കി വയ്ക്കുക, 2 മാർക്സിൻ്റെ ചോദ്യമായിട്ട് കണ്ടുവരാറുണ്ട്. ദെൻ പിന്നെ CSRൽ നിന്ന് കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. CSR എന്താണെന്നുള്ളത് നോക്കിയാൽ 2 മാർക്സിന് അതിൻ്റെ ബേസിക് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ ഈ ഒരു മൊഡ്യൂൾ ഏറ്റവും അവസാനം പഠിച്ചാൽ മതി കേട്ടോ. 5th മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രം നിങ്ങളിത് നോക്കിയാൽ മതി. ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ടാണ്. അപ്പോൾ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നോക്കുക, കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്ന് നോക്കുക. നമുക്ക് കഴിഞ്ഞ പേപ്പറുകളുടെ ഡീറ്റെയിൽസിലോട്ടൊക്കെ പോണ സമയത്ത് എന്താ പറയുക, കോർപ്പറേറ്റ് ഗവേണൻസിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം, അതുപോലെ തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളൊരു ചോദ്യം. മിക്ക പേപ്പർ നോക്കുമ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്നുള്ളതാണ് കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്, 2 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ട്. അത് അപ്പാർട്ട് ഫ്രം ദാറ്റ് കൂടുതൽ വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. നിങ്ങളിത് ലാസ്റ്റ് പഠിച്ചാൽ മതി ഒരു മൊഡ്യൂൾ. എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ്, എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഇതാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളൂ, അതിൽ കൂടുതൽ വന്നിട്ടില്ല കേട്ടോ. ആൻഡ് ഫൈനലി മൊഡ്യൂൾ നമ്പർ 5, എമർജിങ് കൺസെപ്റ്റ്സ് ഇൻ മാനേജ്മെൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂൾ. 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഒരു 2-3 വരെ വരാം. അതുപോലെ തന്നെ ഒരു എസ്സേ, ഇത്ര ചോദ്യങ്ങൾ വരുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 5.
എമർജിങ് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അതിൽ 2 or 3 ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നാണ് ചോദിക്കാറ്. നമ്പർ 1 TQM എന്താണ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണ്, പഠിച്ചു വെക്കണം. കെയ്സൺ എന്താണ്, ഇതൊക്കെ 2 മാർക്കിൻ്റെയിലേക്കാണ് വരാറ്. അപ്പോൾ ആ രീതിയിൽ പഠിക്കുക. TPM എന്താണ്, ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മെയിൻ്റനൻസ്. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്താണ്, ISO എന്താണ്, 2 മാർക്സിനുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. ദെൻ നെക്സ്റ്റ് ചേഞ്ച് മാനേജ്മെന്റ് എന്താണ് നോക്കിയിരിക്കുന്നത്, 2 മാർക്കിൻ്റെ. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് സ്ട്രെസ് മാനേജ്മെന്റ്. ദെൻ ടൈപ്സ് ഓഫ് സ്ട്രെസ്സും ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സ്ട്രെസ്സും. എസ്സേക്ക് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കോസസ് ഓഫ് സ്ട്രെസ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ഒരു എസ്സേ ചോദ്യം എന്ന് പറയുന്നത് സ്ട്രെസ് എന്താണ്, കോസസ് ഓഫ് സ്ട്രെസ്, സ്ട്രെസ് മാനേജ്മെന്റ് എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ സെപ്പറേറ്റും ചോദിക്കാറുണ്ട്. ദെൻ ഫിഷ് ബോൺ ഡയഗ്രാം 2 മാർക്സിൻ്റെ ചോദ്യമായിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബിസിനസ് ഇക്കോ സിസ്റ്റം 2 മാർക്കിൻ്റെ ചോദ്യം. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെ ഇങ്ങനെയൊക്കെ എടുക്കണ, ഇതൊക്കെ 2 മാർക്കിൻ്റെയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ആണ്, എസ്സേക്ക് ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. അപ്പോൾ ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്താണ്, അതിൻ്റെ എക്സ്പ്ലെയിൻ അബൌട്ട് എന്താണ്, അതിൻ്റെ എലമെന്റ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്റ്റഡി മെറ്റീരിയൽ വളരെ കുറവ് എക്സ്പ്ലനേഷൻ ആണുള്ളത് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എന്താണ് പറയുക കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ നോക്കാൻ. അതിൽ കുറച്ചും കൂടിയും നല്ല രീതിയിൽ പ്രസൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ ഒരു 3 മിനിമം പ്രതീക്ഷിക്കുന്നുണ്ട്. TQM, കൈസൺ, TPM, MIS ഇതൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ നോക്കി വയ്ക്കുക. എമർജിങ് കൺസെപ്റ്റ്സ് ആണ്. വേണമെങ്കിൽ ജസ്റ്റ് ഇപ്പം എസ്സേക്ക് ഞാൻ പറഞ്ഞു ഇതുവരെയായിട്ട് ചോദിച്ചിട്ടുള്ള സ്ട്രെസ് മാനേജ്മെന്റിന്റെ കോഴ്സ്, സ്ട്രെസ്സിന്റെ കോഴ്സസും ലോജിസ്റ്റിക്സിന്റെ എക്സ്പ്ലനേഷനും ആണ് 2 പ്രാവശ്യം എസ്സേ ആയിട്ട് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വന്നിട്ടുള്ളത്. വേണമെങ്കിൽ മാറ്റിപ്പിടിക്കാൻ എമർജിങ് കൺസെപ്റ്റ്സ് ഇൻ മാനേജ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ ആദ്യം പറഞ്ഞിട്ടുള്ള TQM, കൈസൺ ഇതൊക്കെ ഓരോ പോയിന്റുകളായിട്ട് സബ്ഹെഡ് കൊടുത്തിട്ട് അങ്ങനെയും ഒരു എസ്സേ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെ 3 എസ്സേക്ക് ഉള്ള ടോപ്പിക്കുകൾ ഈ ചാപ്റ്ററിലുണ്ട്. ദെൻ 2 മാർക്സിൻ്റെ ഞാൻ പറഞ്ഞു ഒരുപാടുണ്ട്. ബിസിനസ് ഇക്കോസിസ്റ്റം, ഫിഷ് ബോൺ ഡയഗ്രാം ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദിച്ചിട്ടുള്ളതാണ് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ 2 മാർക്സിൻ്റെയിലേക്ക് എന്താണെന്ന് പഠിച്ചു വെക്കുക. എസ്സേക്ക് സ്ട്രെസ്, ലോജിസ്റ്റിക് മാനേജ്മെന്റ്, ദെൻ എമർജിങ് കൺസെപ്റ്റ്സ് അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ 2 മാർക്കിൻ്റെയിലേക്കും വരാം, എസ്സേക്കും കിട്ടാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് എമർജിങ് കൺസെപ്റ്റ്സ്, മൊഡ്യൂൾ നമ്പർ 5. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ 5 മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ 3 മൊഡ്യൂള് പഠിച്ചതിന് ശേഷം മൊഡ്യൂൾ നമ്പർ 5 പഠിക്കുക. അവസാനം മാത്രം മൊഡ്യൂൾ നമ്പർ 4 പോവുക. ബിക്കോസ് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്നത്, ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്നത് മൊഡ്യൂൾ നമ്പർ 2 ആണ്. മനസ്സിലാവുണ്ടോ? ബട്ട് ആദ്യത്തെ മൊഡ്യൂൾ ബേസിക്സ് ആയതുകൊണ്ട് അത് പഠിക്കുക. അതിൽ സമയം കളയരുത്. ഞാൻ പറഞ്ഞ ഏരിയാസ് മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്ത് പോവുക. ദെൻ ബിസിനസ് എത്തിക്സിൻ്റെ ഏരിയയിലോട്ട് ചാപ്റ്ററിലോട്ട് വരുന്ന സമയത്ത് ബിസിനസ് എത്തിക്സ് എന്താണ്, തിയറീസ് ഓഫ് ബിസിനസ് എത്തിക്സ്, സ്കോപ്പ് ഇതൊക്കെയാണ് റിപ്പീറ്റ് ആയിട്ട് വരാറ്. ആ കാര്യങ്ങൾ നോക്കുക. എത്തിക്സ്, കോഡ് ഓഫ് എത്തിക്സ്, വാല്യൂ എന്താണ്, അതൊക്കെ നോക്കി പോവുക. ദെൻ ലാസ്റ്റ് മൊഡ്യൂള് അതിനുശേഷം പഠിക്കാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറി വരുന്നതാണ്. ദെൻ മൊഡ്യൂൾ നമ്പർ 4 അവസാനം പഠിച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞു 4 എസ്സേ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 മൊഡ്യൂളിൽ തന്നെ എസ്സേ കിട്ടും കമ്പൽ. പിന്നെ എത്തിക്സിൽ നിന്ന് എന്തായാലും ഒരെണ്ണം ഇടാറുണ്ട്. അപ്പോൾ അതാലോചിച്ച് പേടിക്കേണ്ട. നിങ്ങൾ ആദ്യത്തെ ഏരിയ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എസ്സേ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും ഇതുവരെ ഈ വർഷം വരെ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ കാര്യങ്ങളുടെ ബേസിൽ ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞേ. ഇനി ഓരോ പാർട്ടിലും പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സിയിൽ റിപ്പീറ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്നിട്ടുള്ള എസ്സേ ചോദ്യങ്ങൾ, പാർട്ട് എയിൽ വന്നിട്ടുള്ള 2 മാർക്സ് 5 മാർക്സ് ചോദ്യങ്ങളുടെ സെപ്പറേറ്റ് വീഡിയോ, അതുപോലെ തന്നെ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഈ ഒരു സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ലൈവ്, ഇതൊക്കെ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ദെൻ അത് മാത്രമല്ല, നമ്മുടെ സ്ഥാപനം ബികോമിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ഫസ്റ്റ് സെമസ്റ്ററിലെ 5 സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. Have a nice day. Thank you.